എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് 1857 വിപ്ലവം. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കാര്യങ്ങൾ മൊത്തം നമ്മൾ ഇതിൻ്റെ അത് ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഇനി ഞാൻ ഇത് എല്ലാ രീതിയിലുള്ള ആളുകൾക്കും, പുതിയതായിട്ട് കാണുന്നവർക്കും അതേപോലെ തന്നെ കുറച്ച് പഠിച്ച ആളുകൾക്കും എല്ലാവർക്കും കൂടെ കൂടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് സ്പീഡ് കുറവാണെങ്കിൽ നിങ്ങളൊരു 1x ഒരു സ്പീഡ് കുറച്ചുകൂടി കൂട്ടിയിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കാണാനായിട്ട് ശ്രമിക്കുക. അല്ലാത്തവരെന്ത് ചെയ്യുക, മൊത്തമായിട്ടിരുന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് പോവാം നേരെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് അറിയപ്പെടുന്ന ആ വിപ്ലവത്തിലേക്ക്. അതായത് 1857 വിപ്ലവം. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നതാണ് 1857 വിപ്ലവം എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന വിപ്ലവമാണ് 1857 വിപ്ലവം. ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് 1857 വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന്റെ പൂർണ്ണമായ പതനത്തിന് കാരണമായ വിപ്ലവവും ഏത് തന്നെയാ? ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന 1857 വിപ്ലവത്തെയാണ്. വിപ്ലവത്തിന്റെ തുടക്കം എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് സൈന്യത്തിൽ ഇന്ത്യക്കാർ അറിയപ്പെട്ടിരുന്നത് ശിപായികൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിളിച്ചിരുന്നത് ശിപായി ലഹള എന്ന പേരിലാണ് ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ വിളിച്ചിരുന്നത്. ബ്രിട്ടീഷുകാരുടെ ശിപായിമാരോടുള്ള പെരുമാറ്റത്തിലും അതേപോലെ തന്നെ വിവേചനത്തിലും പ്രതിഷേധിച്ചുകൊണ്ട് മംഗൾ പാണ്ഡെ എന്ന സൈനികൻ അദ്ദേഹത്തിന്റെ മേലുദ്യോഗസ്ഥനായ ബ്രിട്ടീഷുകാരനെ വെടിവെച്ച് പരിക്കേൽപ്പിച്ചു. അതായിരുന്നു ആദ്യം തന്നെ തുടക്കത്തിനുള്ള കാരണം എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് അധികാരികൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വധശിക്ഷയ്ക്ക് വിധേയനാക്കുകയും ചെയ്തു. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ തീപ്പൊരി ഉണ്ടായത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് 1857 വിപ്ലവത്തിൽ മംഗൾ പാണ്ഡെയുടെ നേതൃത്വത്തിൽ ആദ്യ വെടിവയ്പ് നടന്ന സ്ഥലം ഏതാണ്? PSC എക്സാമുകളിൽ ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട്. അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ തീപ്പൊരി ഉണ്ടായത് എവിടെയാണ്? അതായത് 1857 വിപ്ലവത്തിൽ മംഗൾ പാണ്ഡെയുടെ നേതൃത്വത്തിൽ ആദ്യ വെടിവയ്പ് നടന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബാരക്പൂർ ആണ്. ബാരക്പൂർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പശ്ചിമ ബംഗാളിലാണ്. ഓക്കെ, അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ തീപ്പൊരി ഉണ്ടായത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ബാരക്പൂർ ആണ്. ബാരക്പൂർ എന്ന് എവിടെ സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമ ബംഗാളാണ്. ഓക്കെ, മീററ്റിലെ പട്ടാളത്താവളത്തിലെ ശിപായികൾ കലാപം ആരംഭിച്ചത് ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത്, അതായത് PSC എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് 1857 വിപ്ലവം ആരംഭിച്ചത് എന്നാണ് എന്നുള്ള ഒരു ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ അതെന്നാണ്? 1857 മെയ് 10-നാണ് എന്ത് വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ട വർഷം അതേപോലെ തന്നെ തീയതി എന്നുള്ളത്. ഓക്കെ, ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുണ്ട് എല്ലാ എക്സാമുകൾക്കും. അതായത് ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്നത് എന്നാണ് വിപ്ലവം നടന്നതെന്നാണ്. അപ്പോൾ നമ്മൾ ഇയർ പഠിക്കുക, അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഡേറ്റും കറക്റ്റായിട്ട് പഠിച്ചു പോവുക. ഓക്കെ, ക്രമേണ മീററ്റ് കണ്ടോൺമെന്റിലെ മുഴുവൻ ഇന്ത്യക്കാരും ബ്രിട്ടീഷ് അധികാരികൾക്കെതിരെ കലാപത്തിനായിട്ട് ഇറങ്ങുകയാണ്. കലാപത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യത്തെയാണ്. 1857 വിപ്ലവത്തിന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം ഐക്യമായിരുന്നു. ബ്രിട്ടീഷുകാരുടെ ആയുധ സമ്പന്നശാല കൈവശപ്പെടുത്തി ആയുധമെടുത്തായിരുന്നു കലാപം ആരംഭിച്ചത്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഇന്ത്യൻ സൈനികരും അതേപോലെ തന്നെ ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം എത്രയാണെന്ന് ചോദിച്ചാൽ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടുമ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിലെ ഇന്ത്യൻ സൈനികരും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള അനുപാതം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 6:1 അനുപാതം എന്ന് പറയുന്നത്. സമരത്തിനിടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാക്കാനിടയായ കാരണങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇനി സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്കുള്ള ചോദ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ഉറപ്പായിട്ടും പഠിക്കണം. അതുകൊണ്ട് തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാക്കാനിടയായ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചതാണ് എന്ത്? 1857 വിപ്ലവത്തിന് ഉണ്ടാക്കാനുണ്ടായ
പെട്ടെന്നുള്ള, അതായത് 1857 വിപ്ലവം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് എന്ത്? സൈനികർക്ക് പുതുതായി നൽകിയ എൻഫീൽഡ് തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചത്. രണ്ടാമതാണ് തുച്ഛമായ ശമ്പളം. തുച്ഛമായ ശമ്പളമാണ് കൊടുത്തിരുന്നത്. അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനം. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ നിന്ന് നേരിട്ട അവഹേളനം, തുച്ഛമായ ശമ്പളം, അതേപോലെ തന്നെ എന്താണ്? സൈനികർക്ക് പുതുതായി നൽകിയ തോക്കുകളിൽ ഉപയോഗിക്കുന്ന തിരകളിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പ് ഉപയോഗിച്ചത്. ഇതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1857 വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലെ 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ. വളരെ വ്യക്തമായെന്ന് കരുതുന്നു. അടുത്ത പോയിന്റിലേക്ക് പോകാം. മൃഗക്കുഴപ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ നിറച്ച എൻഫീൽഡ് തോക്കുകൾ ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിച്ചു തുടങ്ങിയത് എന്ന് മുതലാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, എന്ന് മുതലാ? ജനുവരി 1857 മുതലാണ് ശരിക്കും അത് എന്ത് ചെയ്തത്? ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ മൃഗക്കുഴപ്പ് പുരട്ടിയ പുതിയ തരം തിരകൾ നിറച്ച എൻഫീൽഡ് P53 തോക്കുകളാണ് ഇവർ ഉപയോഗിച്ചിരുന്നത്. അത് ബ്രിട്ടീഷ് സൈന്യം ഉപയോഗിച്ചു തുടങ്ങിയത് ജനുവരി 1857 മീററ്റിൽ നിന്നും കലാപകാരികൾ നേരെ ഡൽഹിയിലേക്ക് എത്തിയത്, അതേപോലെ തന്നെ ശിപായികൾ ഡൽഹിയിലെ ചെങ്കോട്ടയിൽ എത്തിച്ചേർന്നത് 1857 മെയ് 11 ചെങ്കോട്ടയിലേക്ക് പ്രവേശിച്ച കലാപകാരികൾ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനോട് കലാപത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു. ഓക്കെ, അപ്പോൾ ചെങ്കോട്ടയിലേക്ക് പ്രവേശിച്ച കലാപകാരികൾ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനോട് കലാപത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു. കലാപകാരികളുടെ സമ്മർദ്ദത്തിൽ നേതൃത്വം ഏറ്റെടുത്ത ബഹദൂർ ഷാ രണ്ടാമനെ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തി, അതായത് ഷഹൻഷാ ഇ ഹിന്ദുസ്ഥാൻ ആയി പ്രഖ്യാപിച്ചു. അപ്പോൾ കലാപകാരികളുടെ സമ്മർദ്ദത്താൽ നേതൃത്വം ഏറ്റെടുത്ത ബഹദൂർ ഷാ രണ്ടാമനെ കലാപകാരികൾ ഇന്ത്യയുടെ ചക്രവർത്തിയായി, അതായത് ഷഹൻഷാ ഇ ഹിന്ദുസ്ഥാനായി പ്രഖ്യാപിച്ചു. ഇനി ഡൽഹിയിൽ ബഹദൂർ ഷായുടെ കൂടെ കലാപത്തിൽ പങ്കുചേർന്ന ബ്രിട്ടീഷ് സൈന്യത്തിലെ സുബേദാറിന്റെ പേരായിരുന്നു ബക്ത് ഖാൻ എന്നറിയപ്പെടുന്നത്. വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശമാണ് ഡൽഹി. 1857 മെയ് 12 ഡൽഹി അവർ പിടിച്ചെടുത്തത്. ഓക്കെ, അപ്പോൾ വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത പ്രദേശം ഏതാ? ഡൽഹിയാണ്. ഡൽഹി എന്നാണ് പിടിച്ചെടുത്തത്? 1857 മെയ് 12 ഡൽഹി അവർ പിടിച്ചെടുത്തത്. ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തിയതിനു ശേഷം സാധാരണക്കാരായ ജനങ്ങളെ കൊല ചെയ്തതിന് സാക്ഷിയായ പ്രശസ്തനായ ഉറുദു കവി, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാം, കാരണം ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യമാണ്. ബ്രിട്ടീഷുകാർ ഡൽഹി കൈവശപ്പെടുത്തിയതിനു ശേഷം സാധാരണക്കാരായ ജനങ്ങളെ കൊല ചെയ്തതിന് സാക്ഷിയായിട്ടുള്ള പ്രശസ്തനായ ഉറുദു കവിയായിരുന്നു മിർസ ഖാലിബ് എന്ന് പറയുന്നത്. മിർസ ഖാലിബ്. എന്താണ് ചപ്പാത്തി വിപ്ലവം? കാരണം നമുക്കറിയാം 1857 വിപ്ലവത്തിന്റെ മറ്റൊരു പേര് എന്നറിയപ്പെടുന്നത് ചപ്പാത്തി വിപ്ലവം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ ചപ്പാത്തി വിപ്ലവം, അതേപോലെ തന്നെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം, 1857 വിപ്ലവം, ഇതെല്ലാം ഒന്ന് തന്നെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് ചപ്പാത്തി സംഭവം. എന്താണ് ചപ്പാത്തി സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 1857 വിപ്ലവത്തിലെ കലാപകാരികളുടെ രഹസ്യമുദ്ര എന്നറിയപ്പെടുന്നത് ചപ്പാത്തിയും ചുവന്ന താമരയുമാണ്. ചപ്പാത്തിയും ചുവന്ന താമരയും. ഈ ചപ്പാത്തി വിപ്ലവം എന്നറിയപ്പെടുന്ന 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം തന്നെയാണ്. ഒരു ഗ്രാമത്തിൽ നിർമ്മിച്ചിരുന്ന ചപ്പാത്തിയിൽ കലാപകാരികൾ നിർദ്ദേശങ്ങൾ പ്രാദേശിക ഭാഷകളിൽ എഴുതി മറ്റു പ്രദേശങ്ങളിലേക്ക് കൈമാറും. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാമത്തിൽ നിർമ്മിച്ചിരുന്ന ചപ്പാത്തിയിൽ കലാപകാരികൾക്കുള്ള നിർദ്ദേശങ്ങൾ എന്ത് ചെയ്യും? പ്രാദേശിക ഭാഷകളിൽ എഴുതിയിട്ട് മറ്റു പ്രദേശങ്ങളിലേക്ക് കൈമാറും. എപ്പോഴാ? രാത്രിയിലാണിത് ചെയ്യുന്നത്. കാരണം എന്താ? സന്ദേശങ്ങളാണ്, അതായത് ഒരു സ്ഥലത്തെ സന്ദേശങ്ങൾ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ചപ്പാത്തിയിൽ നിർദ്ദേശങ്ങൾ എഴുതിയിട്ട് അടുത്ത ഗ്രാമങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? കൊടുക്കുന്നു. ഇതിന് തുടക്കം കുറിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഗുരു ദാസബാബയാണ്. ഈ ഗുരു ദാസബാബ എന്ന് പറയുന്നത് നാനാ സാഹിബിന്റെ ഗുരുവിന്റെ പേരാണ് ഗുരു ദാസബാബ എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ ഒത്തിരി തവണ PSC എക്സാമുകളിൽ ചോദിച്ചേക്കണെയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം ഏറ്റവും കൂടുതൽ വ്യാപിച്ച പ്രദേശം ഏതാന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പഞ്ചാബ്, ബോംബെ, മദ്രാസ്. അപ്പോൾ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം വ്യാപിക്കാത്ത പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പഞ്ചാബ്, ബോംബെ, മദ്രാസ് ആണ്. ഓക്കെ, ഇനി കലാപത്തിന്റെ രീതിയും അതേപോലെ തന്നെ ആരംഭവും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ
1857 ആരംഭിച്ച കലാപം എല്ലാ സ്ഥലത്തും ഒരേ സമയത്തല്ല ആരംഭിച്ചത്. അത് തന്നെയായിരുന്നു ആ കലാപത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ എന്ന് പറയുന്നത്. അതായത് 1857 ആരംഭിച്ച കലാപം എല്ലാ സ്ഥലത്തും ഒരേ സമയത്തല്ല ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ അതിനൊരു യൂണിറ്റി എന്ന് പറയുന്നത് ഉണ്ടായിരുന്നില്ല. പല പല സമയങ്ങളിൽ പല പല സ്ഥലത്താണ് ഈ കലാപം എന്ത് ചെയ്തത്, പൊട്ടിപ്പുറപ്പെട്ടതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഒരു സ്ഥലത്ത് തുടങ്ങിയ കലാപം മറ്റൊരു സ്ഥലത്ത് അറിഞ്ഞാൽ മാത്രമേ അവിടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടിരുന്നുള്ളൂ. അതും ഒരു പോരായ്മ തന്നെയാണ്. അപ്പൊ എന്താണ്, ഇപ്പോൾ ഒരു സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, തുടങ്ങിയ ഒരു കലാപം മറ്റൊരു സ്ഥലത്ത് അറിഞ്ഞാൽ മാത്രമാണ് അവിടെയും പൊട്ടിപ്പുറപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ എന്താണ്, പല പല ദിക്കുകളായിട്ട് പല പല സ്ഥലങ്ങളിൽ പല പല സമയങ്ങളിലാണ് എന്ത് ചെയ്തത്, കലാപം നടന്നത്. അത് വലിയൊരു പോരായ്മയായിരുന്നു 1857 വിപ്ലവത്തിന്റെ. 1857 കലാപത്തിന്റെ പൊതു സവിശേഷതയാണ് ബ്രിട്ടീഷുകാരുടെ വസതികൾ തകർത്തു, വിദേശീയരുടെ സമ്പത്ത് കൈവശപ്പെടുത്തി, ബ്രിട്ടീഷ് സ്ഥാപനങ്ങൾ തകർക്കുക, ട്രഷറികൾ കൊള്ളയടിക്കുക, ജയിലുകൾ തകർക്കുക, റെയിൽവേ ലൈനുകളും ഫാക്ടറികളും തകർക്കുക. ഇതൊക്കെയായിരുന്നു 1857 വിപ്ലവത്തിന്റെ ഏറ്റവും വലിയ എന്തെന്ന് പറയുന്നത്, പോരായ്മകൾ എന്നറിയപ്പെടുന്നത്. അതായത് ഈ വിപ്ലവം എന്ന് പറയുന്ന സംഭവം എന്തിന്, രീതിയും ആരംഭവും ഇങ്ങനെ ആയതുകൊണ്ടാണ് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്തത്, 1857 വിപ്ലവം എന്ന് പറയുന്നത് പരാജയപ്പെടാനുണ്ടായ കാരണം എന്ന് പറയുന്നത്. കലാപം ആരംഭിക്കുന്നതിന് ശിപായികൾ സ്വീകരിച്ച മാർഗങ്ങളായിരുന്നു വെടിമുഴക്കവും അതേപോലെ തന്നെ ബ്യൂഗിളിന്റെ ശബ്ദവും. അപ്പോൾ കലാപം ആരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ശിപായികൾ സ്വീകരിച്ച മാർഗങ്ങളാണ് വെടിമുഴക്കവും അതേപോലെ തന്നെ ബ്യൂഗിളിന്റെ ശബ്ദവും. കലാപകാരികളുടെ പ്രധാന മുദ്രാവാക്യങ്ങളാണ് സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക. ഓക്കെ, അപ്പോൾ കലാപകാരികളുടെ പ്രധാന മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക. ഈ മുദ്രാവാക്യങ്ങൾ പ്രധാനമായും എന്താണ്, ഹിന്ദി, ഉറുദു, പേർഷ്യൻ എന്നീ ഭാഷകളിലായിരുന്നു വന്നിരുന്നത്. അപ്പോൾ സംഘടിക്കുക, ഉണരുക, വിദേശികളെ പുറത്താക്കുക എന്നായിരുന്നു കലാപകാരികളുടെ പ്രധാന മുദ്രാവാക്യം എന്ന് പറയുന്നത്. 1857 വിപ്ലവത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങൾ, അതെന്താണ്, ഈ മുദ്രാവാക്യങ്ങൾ എന്തൊക്കെയായിരുന്നു 1857 വിപ്ലവത്തേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആണ് 1848 ദത്തവകാശ നിരോധന നിയമം. രണ്ടാമത്തെ 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം. അതും എന്താണ്, ഈ പറയുന്ന 1857 വിപ്ലവത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങളിൽ ഒന്നാമത്തെ ദത്തവകാശ നിരോധന നിയമം നമുക്കറിയാം. 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം. ഓക്കെ, 1854 പോസ്റ്റ് ഓഫീസ് നിയമം, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം. ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും എന്ത്, ഈ പറയുന്ന ബ്രിട്ടീഷ് നിയമങ്ങൾ. അതായത് 1857 വിപ്ലവത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങളാണ് 1848 ദത്തവകാശ നിരോധന നിയമം, 1850 റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം, 1854 പോസ്റ്റ് ഓഫീസ് നിയമം, 1856 ഹിന്ദു വിധവ പുനർവിവാഹ നിയമം, 1856 സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം. ഇത്രയും നിയമങ്ങളാണ് എന്ത്, 1857 വിപ്ലവത്തിലേക്ക് നയിച്ച ബ്രിട്ടീഷ് നിയമങ്ങൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇനി മംഗൾ പാണ്ഡെ. നമുക്കറിയാം 1857 വിപ്ലവം പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ആര് തന്നെയാണ്, മംഗൾ പാണ്ഡെയാണ്. അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി, ആദ്യ എന്നാണ് കേട്ടോ, ആദ്യ രക്തസാക്ഷി. അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, അത് മംഗൾ പാണ്ഡെയാണ്. മംഗൾ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം ഒത്തിരി തവണ PSC എക്സാമുകളിൽ ചോദിച്ചാണ്, ഏതാണ്, 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റ് ആണ് എന്ത്, മംഗൾ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റ് ആണ് എന്ത്, മംഗൾ പാണ്ഡെ ഉൾപ്പെടുന്ന സൈനിക വിഭാഗം 34ാം ബംഗാൾ നേറ്റീവ് ഇൻഫൻട്രി റെജിമെന്റ്. ഇനി ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും അതേപോലെ തന്നെ അഡ്ജുട്ടന്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികനായിരുന്നു മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും അതേപോലെ തന്നെ അഡ്ജുട്ടന്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികനായിരുന്നു മംഗൾ പാണ്ഡെ. അപ്പോൾ ഗ്രീസ് പുരട്ടിയ വെടിയുണ്ട ഉപയോഗിക്കാൻ വിസമ്മതിക്കുകയും അഡ്ജുട്ടന്റ് പദവി വഹിച്ചിരുന്ന ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുകയും ചെയ്ത സൈനികനാണ് മംഗൾ പാണ്ഡെ എന്നറിയപ്പെടുന്നത്. മംഗൾ പാണ്ഡെ അഡ്ജുട്ടൻ ബോഗിനെ കൊലപ്പെടുത്തിയ വർഷം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ 1857 മാർച്ച് 29 മംഗൾ പാണ്ഡെ അഡ്ജുട്ടന്റ് ബോഗിനെ കൊലപ്പെടുത്തിയത്. 57 മാർച്ച് 29 എഴുതി വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്, ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, ഇനി 1857 വിപ്ലവത്തിന്റെ ഭാഗമായി മംഗൾ പാണ്ഡെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജെയിംസ് ഹ്യൂസൺ. അപ്പോൾ 1857 വിപ്ലവത്തിന്റെ ഭാഗമായി
മംഗൾ പാണ്ഡെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ആര്? ജെയിംസ് ഹ്യൂസൺ. അപ്പോൾ ജെയിംസ് ഹ്യൂസൺ ആണ് 1857 വിപ്ലവത്തിന്റെ ഭാഗമായി മംഗൾ പാണ്ഡെ വധിക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ജെയിംസ് ഹ്യൂസൺ ആണ്. ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മംഗൾ പാണ്ഡെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നൽകിയത് ജോൺ ഹേസി ആണ്. ഓക്കെ, അപ്പോൾ ജെയിംസ് ഹ്യൂസനെ വധിക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ മംഗൾ പാണ്ഡെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവ് നൽകിയത് ജോൺ ഹേസി ആണ്. ഇനി ജോൺ ഹേസിയുടെ ഉത്തരവ് ലംഘിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ജമീന്ദാർ ഈശ്വരി പ്രസാർ ആണ്. ഓക്കെ, അപ്പൊ ജോൺ ഹേസിയുടെ ഉത്തരവ് ലംഘിച്ചതിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ജമാദാർ ഈശ്വരി പ്രസാദ്. 1857 ഏപ്രിൽ 21. മംഗൾ പാണ്ഡെയെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം എന്നാന്ന് ചോദിച്ചാൽ 1854 1984 മംഗൾ പാണ്ഡെ ആദരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം 1984. എത്രയാ? 50 പൈസ തപാൽ സ്റ്റാമ്പാണ് പുറത്തിറക്കിയത്. 50 പൈസ തപാൽ സ്റ്റാമ്പ്. ഓക്കെ, ഇനി ബ്രിട്ടീഷുകാർ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന സംഭരണ മുറി അറിയപ്പെട്ടിരുന്ന പേരായിരുന്നു ബെൽ ഓഫ് ആംസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ബ്രിട്ടീഷുകാർ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്ന സംഭരണ മുറി അറിയപ്പെട്ടിരുന്ന പേരാണ് ബെൽ ഓഫ് ആംസ്. അപകീർത്തികരമായ അർത്ഥത്തിൽ വിദേശികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പേർഷ്യൻ ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ച പദമാണ് ഫീരങ്കി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ അപകീർത്തികരമായ അർത്ഥത്തിൽ വിദേശികളെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിരുന്ന പേർഷ്യൻ ഭാഷയിൽ നിന്ന് ഉത്ഭവിച്ച പദമാണ് ബീരങ്കി. നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലല്ലാത്ത ഒരു രാജ്യത്ത് താമസിച്ചിരുന്ന ഗവർണർ ജനറലിന്റെ പ്രതിനിധിയുടെ ഔദ്യോഗിക നാമമാണ് റെസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നേരിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലല്ലാത്ത ഒരു രാജ്യത്ത് താമസിച്ചിരുന്ന ഗവർണർ ജനറലിന്റെ പ്രതിനിധിയുടെ ഔദ്യോഗിക നാമമാണ് റെസിഡന്റ് എന്നറിയപ്പെടുന്നത്. അടുത്ത വ്യക്തിയാണ് താന്തിയ തോപ്പി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗറില്ല യുദ്ധമുറ ഉപയോഗിച്ച വിപ്ലവകാരി. അപ്പൊ നമ്മൾ മംഗൾ പാണ്ഡെ പഠിച്ചു, അടുത്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് താന്തിയ തോപ്പി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ ഉപയോഗിച്ചിരുന്ന വിപ്ലവകാരിയാണ് താന്തിയ തോപ്പി. താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമമാണ് രാമചന്ദ്ര പാണ്ഡുരംഗ. ഒത്തിരി PSC എക്സാമുകളിൽ ചോദിച്ചേക്കുന്നതാണ്, മക്കളെ ഇത് എഴുതി വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ് താന്തിയ തോപ്പിയുടെ യഥാർത്ഥ നാമം. അപ്പോൾ താന്തിയ തോപ്പി എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമമാണ് രാമചന്ദ്ര പാണ്ഡുരംഗ. നാനാ സാഹിബിന്റെ പട്ടാള മേധാവിയാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന രാമചന്ദ്ര പാണ്ഡുരംഗ എന്ന് പറയുന്നത്, അതായത് താന്തിയ തോപ്പി. ഇനി നാനാ സാഹിബിന്റെ പട്ടാള മേധാവി ഝാൻസി റാണി ലക്ഷ്മിബായി എന്നും അതേപോലെ തന്നെ സഹായിച്ചു. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായിയെ സഹായിച്ചു. ഓക്കെ, ഇനി താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരാന്ന് ചോദിച്ചാൽ സർ കോളിൻ ക്യാമ്പൽ ആണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. താന്തിയ തോപ്പിയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് പട്ടാള മേധാവി അറിയപ്പെട്ടിരുന്ന പേരാണ് സർ കോളിൻ ക്യാമ്പൽ എന്ന്. താന്തിയ തോപ്പി വധിക്കപ്പെട്ട സ്ഥലം ഏതാന്ന് ചോദിച്ചാൽ അത് ശിവപുരിയാണ്. ശിവപുരി ഇന്ന് സ്ഥിതി ചെയ്യുന്ന എവിടെയാന്ന് ചോദിച്ചാൽ മധ്യപ്രദേശിലാണ്. ഓക്കെ, അപ്പോൾ താന്തിയ തോപ്പി വധിക്കപ്പെട്ട സ്ഥലം ഏതാ? ശിവപുരി. ശിവപുരി ഇന്ന് എവിടെ സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ്. താന്തിയ തോപ്പി വധിക്കപ്പെട്ടത് 1859 ഏപ്രിൽ 18 താന്തിയ തോപ്പി വധിക്കപ്പെട്ടത്. അപ്പോൾ 1859 ഏപ്രിൽ 18 താന്തിയ തോപ്പി വധിക്കപ്പെട്ടത്. താന്തിയ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്ന എവിടെയാന്ന് ചോദിച്ചാൽ അത് ശിവപുരിയിലാണ്. അപ്പോൾ താന്തിയ തോപ്പി വധിക്കപ്പെട്ടത് 1859 ഏപ്രിൽ 18. താന്തിയ തോപ്പി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് ശിവപുരിയാണ്. നാനാ സാഹിബ് 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്നത്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ പേഴ്സണാലിറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. 1 മംഗൾ പാണ്ഡെ, 2 താന്തിയ തോപ്പി, 3 നാനാ സാഹിബ്. 1857 വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടുന്ന വ്യക്തി പേഷ്വാ ബാജിറാവുവിന്റെ ദത്തുപുത്രനായിരുന്നു ആരെന്ന് പറയുന്നത്? നാനാ സാഹിബ് എന്ന് പറയുന്നത് പേഷ്വാ ബാജിറാവുവിന്റെ ദത്തുപുത്രൻ. ഇമ്പോർട്ടൻ്റ് ആണ്. പേഷ്വാ ബാജിറാവുവിന്റെ ദത്തുപുത്രൻ ആര്? നാനാ സാഹിബ്. കാരണം സ്റ്റേറ്റ്മെന്റ് ലെവലിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എത്തിപ്പെടണം. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമമാണ് ദോണ്ടു പന്ത്. നാനാ സാഹിബിന്റെ യഥാർത്ഥ നാമം ദോണ്ടു പന്ത്. കാൺപൂരിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാനാ സാഹിബാണ്. അപ്പൊ കാൺപൂര് നാനാ സാഹിബ്, കാൺപൂർ നാനാ സാഹിബ്. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? മൂന്നാം നെപ്പോളിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? നാനാ സാഹിബാണ് മൂന്നാം നെപ്പോളിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1859 കലാപശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് നാട് കടത്തിയ വ്യക്തി. PSC ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമാണ് ഈ പറയുന്നത്. അതായത് 1859 കലാപശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് നാട് കടത്തിയ വ്യക്തി. അപ്പൊ 1859 കലാപശേഷം ബ്രിട്ടീഷുകാർ നേപ്പാളിലേക്ക് നാട് കടത്തിയ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ
അതാണ് ആരെന്ന് പറയുന്നത് നാനാ സാഹിബ്. നമുക്ക് അടുത്ത പേഴ്സണാലിറ്റിക്ക് പോവാം. നാലാമത്തെ ആളാണ് ബഹദൂർ ഷാ രണ്ടാമൻ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ മുഗൾ ഭരണാധികാരി എന്നറിയപ്പെടുന്നത് ആരാന്ന് ചോദിച്ചാൽ അതാണ് ബഹദൂർ ഷാ സെക്കൻഡ്, അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫർ എന്ന പേരിലാണ് ഒന്നാം സ്വാതന്ത്ര്യ സമര സമയത്തെ മുഗൾ ഭരണാധികാരി അറിയപ്പെട്ടിരുന്നത്. ആരായിരുന്നു? ബഹദൂർ ഷാ രണ്ടാമൻ. ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് വില്യം ഹോഡ്സൺ. അപ്പോൾ എന്താണ് ബഹദൂർ ഷാ രണ്ടാമനെ കീഴടക്കാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? വില്യം ഹോഡ്സൺ എന്ന് പറയുന്നത്. ഈ ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഏത് ചരിത്ര സ്മാരകത്തിൽ നിന്നാണ് PSC ചോദിച്ചത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ പിള്ളേരാണെങ്കിൽ നിങ്ങൾ അത് എഴുതി വെച്ചോ. ഹുമയൂണിന്റെ ശവകുടീരം. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. ബഹദൂർ ഷാ രണ്ടാമൻ പിടിയിലായത് ഏത് ചരിത്ര സ്മാരകത്തിൽ നിന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിലാണ്? ഹുമയൂണിന്റെ ശവകുടീരം. ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് എങ്ങോട്ടേക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റങ്കൂണിലേക്കാണ്, അതായത് ബർമ്മ. അപ്പോൾ എന്താണ് ഈ പറയുന്ന ബഹദൂർ ഷാ രണ്ടാമനെ നാട് കടത്തിയത് റങ്കൂണിലേക്കാണ്, ബർമ്മയിലേക്ക്. ഓക്കെ, ബഹദൂർ ഷാ രണ്ടാമൻ റങ്കൂണിൽ വെച്ച് മരിച്ച വർഷമാണ് 1862. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമൻ റങ്കൂണിൽ വെച്ച് മരിച്ച വർഷം 1862. റങ്കൂണിന്റെ പുതിയ പേരാണ് യാങ്കോൺ എന്ന പേരിൽ അറിയപ്പെട്ടത്. അപ്പോൾ റങ്കൂണിന്റെ പുതിയ പേര് അറിയപ്പെട്ടത് ഏത് പേരിലാണ്? യാങ്കോൺ എന്ന പേരിലാണ്. ബഹദൂർ ഷാ രണ്ടാമനെ നാടു കടത്തിയ വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1858 ഒക്ടോബർ 7. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമനെ നാടു കടത്തിയ വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1858 ഒക്ടോബർ 7. ബഹദൂർ ഷാ രണ്ടാമന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റങ്കൂണിലാണ്. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? റങ്കൂണിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ബഹദൂർ ഷാ രണ്ടാമന്റെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? റങ്കൂണിലാണ്. നമുക്ക് അടുത്ത പേഴ്സണാലിറ്റിയിലേക്ക് പോവാം. അഞ്ചാമത്തെ ഝാൻസി റാണി. ഝാൻസി റാണി എന്ന് പറയുന്ന ആളെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമില്ല. അതായത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഏറ്റവും അതായത് ഒരു എന്താ പറയുക, ഈ പറയുന്ന നമ്മുടെ ഝാൻസി റാണി എന്ന് പറയുന്ന മണികർണിക അത്രത്തോളം ധീരയായിട്ടുള്ള ഒരു വനിത തന്നെയാണ് ഝാൻസി റാണി എന്ന് പറയുന്നത്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഝാൻസി റാണിനെ കുറിച്ച് 1857 വിപ്ലവത്തിൽ. ഓക്കെ, ഝാൻസിയിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയതാണ് റാണി ലക്ഷ്മിബായി എന്ന് പറയുന്നത്. റാണി ലക്ഷ്മിബായിയുടെ യഥാർത്ഥ നാമമാണ് നമ്മൾ പറഞ്ഞു മണികർണിക എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ PSC 1857 വിപ്ലവത്തിലെ ഒരു പേഴ്സണാലിറ്റി എന്ന ലെവലിൽ ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ചോദിച്ചേക്കുന്ന ഒരു വ്യക്തിയിൽ ഒന്നാണ് മണികർണിക. അതായത് താഴെ പറയുന്നവയിൽ ആരാണ് മണികർണിക എന്ന നാമത്തിൽ അറിയപ്പെടുന്നതെന്ന് ചോദിച്ചുകൊണ്ട് റാണി ലക്ഷ്മിബായി ആണ് മണികർണിക എന്ന നാമത്തിൽ അറിയപ്പെട്ടത്. മറ്റൊരു പേരാണ് മനുഭായ് എന്ന പേരിൽ അറിയപ്പെട്ടതും റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസിയിലെ രാജാവായിരുന്ന രാജ ഗംഗാധർ റാവുവിന്റെ രാജ്ഞിയാണ് റാണി ലക്ഷ്മിബായി എന്ന് പറയുന്നത്. അപ്പോൾ ഝാൻസിയിലെ രാജാവായിരുന്ന രാജ ഗംഗാധർ റാവുവിന്റെ രാജ്ഞിയാണ് റാണി ലക്ഷ്മിബായി. 1857 വിപ്ലവത്തിൽ ഝാൻസി റാണി ഉൾപ്പെടാൻ കാരണമായ സംഭവം ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസിയെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. ഓക്കെ, അപ്പോൾ 1857 വിപ്ലവത്തിലെ ഝാൻസി റാണി ഉൾപ്പെടുവാൻ കാരണമായ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഝാൻസിയെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ്. ഓക്കെ, അപ്പോൾ 1857 വിപ്ലവത്തിൽ ഝാൻസി റാണി ഉൾപ്പെടുവാൻ കാരണമായ സംഭവമാണ് ദത്തവകാശ നിരോധന നിയമപ്രകാരം ബ്രിട്ടീഷുകാർ ഝാൻസിയെ പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിബായി ആണ്. ഓക്കെ, അപ്പോൾ 1857 വിപ്ലവത്തിലെ ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാണി ലക്ഷ്മിബായി ആണ്. ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവിയാണ് ഹ്യൂഗ് റോസ്. എവിടെ വെച്ചാണ് വധിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്വാളിയാറിൽ വെച്ചാണ് വധിച്ചത്. അപ്പോൾ 1857 വിപ്ലവം ജോവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിബായി. ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി അറിയപ്പെടുന്നതാണ് ഹ്യൂഗ് റോസ്, ഗ്വാളിയാറിൽ വെച്ച്. ഒത്തിരി തവണ ചോദിച്ചാണ് ഝാൻസി റാണിയെ വധിച്ച ബ്രിട്ടീഷ് പട്ടാള മേധാവി ആരാന്ന് ചോദിച്ചാൽ അതാണ് ഹ്യൂഗ് റോസ്. വിപ്ലവകാരികളുടെ സമന്വിത നേതാവ് എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചതും ഹ്യൂഗ് റോസ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ വിപ്ലവകാരികളുടെ സമുന്നത നേതാവെന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഹ്യൂഗ് റോസ്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ PSC ചോദിച്ച ചോദ്യമാണ് ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത്. ഇരുണ്ട പശ്ചാത്തലത്തിലെ പ്രകാശമാനമായ ബിന്ദു എന്ന് ഝാൻസി റാണിയെ വിശേഷിപ്പിച്ചത് ഏറ്റവും വലിയ കോട്ടാണ്. അപ്പോൾ അത് ഒത്തിരി തവണ PSC ചോദിച്ചേക്കുന്നത്
നെഹ്റുവാണ്. അതിന്റെ ഉത്തരം ആരാണ്? ജവഹർലാൽ നെഹ്റു. ഝാൻസി റാണിയുടെ കുതിരകൾ അറിയപ്പെടുന്നത്, നമുക്ക് എപ്പോഴും ഓരോരുത്തരുടെ കുതിരകൾ നമുക്ക് പഠിക്കാണ്ട്. ശിവജിയുടെ കുതിര ഏതാണ്, ഝാൻസി റാണിയുടെ കുതിര ഏതാണ്, അങ്ങനെയൊക്കെ പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഇന്ന് ഝാൻസി റാണിയുടെ കുതിര ഏതാണെന്ന് ചോദിച്ചാൽ ബാദൽ, സാരംഗി, പവനാണ് ഝാൻസി റാണിയുടെ കുതിരകൾ എന്നറിയപ്പെടുന്നത്. ബാദൽ, സാരംഗി, പവൻ. ഇത് കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ച കുതിര ഏതാണെന്ന് ചോദിച്ചാൽ അത് ബാദലാണ്. ഓക്കെ, അപ്പോൾ ബാദലും സാരംഗിയും പവനും ആരുടെ കുതിരയാ? ഝാൻസി റാണിയുടെ കുതിരയാണ്. പക്ഷെ കലാപകാലത്ത് ഝാൻസി റാണി സഞ്ചരിച്ചത് ബാദലിന്റെ പുറത്താണ്. ചബേലി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന വിപ്ലവകാരിയായിരുന്നു ഝാൻസി റാണി. ഝാൻസി റാണി വധിക്കപ്പെട്ട വർഷം എന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ 1858 ജൂൺ 18 ഝാൻസി റാണി വധിക്കപ്പെട്ട വർഷം. 1858 ജൂൺ 18. ഇനി INAയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നതാണ് ഝാൻസി റാണി റെജിമെന്റ് എന്ന പേരിൽ. അപ്പോൾ INAയുടെ വനിതാ ബറ്റാലിയൻ അറിയപ്പെടുന്നത് എന്താ? ഝാൻസി റാണി റെജിമെന്റ് എന്ന പേരിലാണ്. ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് ഗ്വാളിയർ, മധ്യപ്രദേശത്താണ്. അപ്പോൾ ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? ഗ്വാളിയർ, മധ്യപ്രദേശാണ്. ലക്ഷ്മിബായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ നോർത്ത് ഈസ്റ്റ് റീജിയൻ സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഗുവാഹത്തി, അസാമിലുമാണ്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ലക്ഷ്മിബായി നാഷണൽ കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ അത് തിരുവനന്തപുരത്താണ്. ഝാൻസി റാണി മറൈൻ നാഷണൽ പാർക്ക് ആൻഡമാനും. ഝാൻസി റാണി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്, ഈ നഗരം, അതായത് ഝാൻസി റാണി നഗരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഉത്തർപ്രദേശിലാണ്. ഇനി അവധിലെ ഭരണാധികാരിയായിരുന്ന ബീഗം ഹസ്രത്ത് മഹൽ, 6ാമത്തെ പേഴ്സണാലിറ്റിയാണ് ബീഗം ഹസ്രത്ത് മഹൽ. അവധിലെ ഭരണാധികാരിയായിരുന്ന വാജിദ് അലി ഷായുടെ പത്നി. അപ്പോൾ അവധിലെ ഭരണാധികാരിയായിരുന്ന വാജിദ് അലി ഷായുടെ പത്നിയാണ് ആര്? ബീഗം ഹസ്രത്ത് മഹൽ. 1856 ബ്രിട്ടീഷുകാർ വാജിദ് അലി ഷായെ കൽക്കട്ടയിലേക്ക് നാടുകടത്തിയതിനെ തുടർന്ന് അവധിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകി. അപ്പോൾ 1856 ബ്രിട്ടീഷുകാർ വാജിദ് അലി ഷായെ കൽക്കട്ടയിലേക്ക് നാടുകടത്തിയതിനെ തുടർന്ന് അവധിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ? ബീഗം ഹസ്രത്ത് മഹലാണ്. അതേപോലെ 7ാമത്തെ പേഴ്സണാലിറ്റിയാണ് ഷാമൽ. ഉത്തർപ്രദേശിലെ ബറൌട്ട് പർഗാനയിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകി. പ്രാദേശികമായി രാജാവായി അംഗീകരിക്കപ്പെട്ടിരുന്ന ഷാ ആമൽ ഒരു ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥന്റെ ബംഗ്ലാവ് പിടിച്ചെടുക്കുകയും അതിനെ നീതിയുടെ ഹാൾ ഓഫ് ജസ്റ്റിസ് ആക്കി മാറ്റുകയും തർക്കങ്ങൾ പരിഹരിക്കുകയും വിധിന്യായങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. ഓക്കെ, അടുത്തതാണ് മൗലവി അഹമ്മദുള്ള ഷാ. 8ാമത്തെ പേഴ്സണാലിറ്റി ആണ് മൗലവി അഹമ്മദുള്ള ഷാ. ഫൈസാബാദിൽ ബ്രിട്ടീഷ് വിരുദ്ധ കലാപത്തിന് നേതൃത്വം നൽകി. 1856 ഇദ്ദേഹം ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദ്, വിശുദ്ധ യുദ്ധം നടത്താൻ പ്രേരിപ്പിച്ചു. ഇദ്ദേഹം സാധാരണയായി വിളിക്കപ്പെട്ടിരുന്നത് ഡങ്കാ ഷാ എന്ന പേരിലാണ്. പ്രസിദ്ധമായ ചിൻഹട്ട് യുദ്ധത്തിൽ ബർക്കത്ത് അഹമ്മദിനൊപ്പം പോരാടുകയും ഹെൻറി ലോറൻസിനെ കീഴിലുള്ള ബ്രിട്ടീഷ് സൈനികരെ തോൽപ്പിക്കുകയും ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഈ പറയുന്ന ആരാണ്? നമ്മുടെ മൗലദ് അഹമ്മദുള്ള ഷായാണ്. മൗലവി അഹമ്മദുള്ള ഷാ. ഓക്കെ, ഇനി ദത്തവകാശ നിരോധന നിയമം. നമ്മൾ പറഞ്ഞു കുറച്ചു മുമ്പ് ദത്തവകാശ നിരോധന നിയമം. അതിനി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദത്തവകാശ നിരോധന നിയമപ്രകാരം അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജ്യത്തിന്റെ ഭരണാധികാരി മരണപ്പെട്ടാൽ ആ രാജ്യത്തെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കും. ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹൌസിയാണ്. 1848 ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത്. അപ്പോൾ ദത്തവകാശ നിരോധന നിയമപ്രകാരം അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജ്യത്തിന്റെ ഭരണാധികാരികൾ മരണപ്പെട്ടാൽ ആ നാട്ടുരാജ്യത്തെ ബ്രിട്ടീഷുകാർ തങ്ങളുടെ അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കും. അതേപോലെ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസിയാണ്. 1848. ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് സത്താറയാണ്. അപ്പോൾ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസി 1848. ദത്തവകാശ നിരോധന നിയമപ്രകാരം ആദ്യമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് സത്താറയാണ്. ദത്തവകാശ നിരോധന നിയമപ്രകാരം അവസാനമായി കൂട്ടിച്ചേർക്കപ്പെട്ട നാട്ടുരാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഔദാണ്. എപ്പോഴും ചോദിക്കണേണ്ടോ ഈ ചോദ്യങ്ങൾ? ഔദ് 1856. ഇനി ഔദ് ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ഔദിലെ നവാബാണ് വാജിദ് അലി ഷാ. അപ്പോൾ ഔദ് ബ്രിട്ടീഷ് അധീനതയിലേക്ക് കൂട്ടിച്ചേർക്കുമ്പോൾ ഔദിലെ നവാബ് വാജിദ് അലി ഷാ. ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭു ആണ്. 1859. അപ്പോൾ ദത്തവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭു ആണ്. ഇനി ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ഡൽഹൌസിയാണ്. എന്നാന്ന് ചോദിച്ചാൽ എന്താണ്? 1848. നിർത്തലാക്കിയതാണ് കാനിങ് 1859.
1959. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വച്ചോ, 1 മാർക്ക് ഷുവർ ആണ്. ദത്തവാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റു നാട്ടുരാജ്യങ്ങളാണ് ഏതൊക്കെ? ജയ്പൂര്, സാമ്പൽപൂർ, ഉദയ്പൂര്, നാഗ്പൂര്, ഝാൻസി ഇവയൊക്കെയാണ് ദത്തവാശ നിരോധന നിയമപ്രകാരം കൂട്ടിച്ചേർക്കപ്പെട്ട മറ്റു നാട്ടുരാജ്യങ്ങൾ എന്നറിയപ്പെടുന്നത്. 1857 വിപ്ലവത്തിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? കാനിങ് പ്രഭു ആണ്. ഒത്തിരി തവണ PSC ചോദിച്ചേക്കണേ കേട്ടോ. 1857 വിപ്ലവത്തിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആണ് കാനിങ് പ്രഭു. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് സൈനിക തലവൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോളിൻ ക്യാമ്പൽ ആണ്. 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടനിലെ രാജ്ഞി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിക്ടോറിയ രാജ്ഞിയാണ്. അപ്പോൾ 1857 വിപ്ലവത്തെ സമയത്തെ ബ്രിട്ടനിലെ രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് പാൽമേഴ്സ്റ്റൺ പ്രഭു. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയാം, കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണിതെല്ലാം. 1857 വിപ്ലവത്തിലെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാനിങ് പ്രഭു ആണ്. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കാനിങ് പ്രഭു. 1857 വിപ്ലവത്തെ ബ്രിട്ടീഷ് സൈനിക തലവനാണ് കോളിൻ ക്യാമ്പൽ. 1857 വിപ്ലവത്തെ ബ്രിട്ടനിലെ രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. അതേപോലെ 1857 വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാൽമേഴ്സ്റ്റൺ പ്രഭു ആണ്. ഓക്കെ ആണല്ലോ. ഇനി കലാപത്തിന്റെ കാരണങ്ങൾ, സാമ്പത്തിക കാരണങ്ങൾ. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയുടെ പരമ്പരാഗത കാർഷിക സമ്പദ് വ്യവസ്ഥയെ തകർത്തു. കർഷകർക്ക് ഭൂമിയുടെ മേലുള്ള അവകാശങ്ങൾ നഷ്ടപ്പെടുകയും ഉൽപ്പാദിപ്പിച്ച വിളകൾ ഭൂരിഭാഗവും നികുതിയായി നൽകേണ്ടി വരികയും ചെയ്തു. അതൊരു വലിയ കാരണമാണ്. ഇന്ത്യയെ ബ്രിട്ടീഷുകാരുടെ കോളനിയായി മാറ്റിയതോടെ അവരുടെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന കമ്പോളമായും അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കേന്ദ്രമായും ഇന്ത്യ മാറി. ഓക്കെ, അപ്പോൾ എന്താണ്? ഇന്ത്യയെ ബ്രിട്ടീഷുകാരുടെ കോളനിയായി മാറ്റിയതോടെ അവരുടെ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന കമ്പോളമായും അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കേന്ദ്രങ്ങളായും ഇന്ത്യയെ മാറ്റി. ഇന്ത്യ ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങളുടെ കമ്പോളമായതോടെ കുടിൽ വ്യവസായങ്ങളും പരമ്പരാഗത നെയ്ത്ത് വ്യവസായങ്ങളും തകർത്തു. അനേകം പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു. ഇതിന് കാരണമായ ഇംഗ്ലീഷുകാർക്കെതിരെ അസംതൃപ്തിയും വെറുപ്പുമാണ് കലാപത്തിന്റെ കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത്. ഇനി ഭരണപരവും രാഷ്ട്രീയവുമായ കാരണങ്ങൾ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നാട്ടുരാജ്യങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞു വന്നിരുന്ന ഉദ്യോഗസ്ഥർക്കും സൈനികർക്കും തൊഴിൽ നഷ്ടപ്പെടുകയാണ്. നാട്ടുരാജാക്കന്മാരുടെ സംരക്ഷണവും പ്രോത്സാഹനവും ലഭിച്ചിരുന്ന കലാകാരന്മാർ, മത നേതാക്കൾ തുടങ്ങിയവരുടെ നിലനിൽപ്പ് അപകടത്തിലായി. യൂറോപ്യൻ മാതൃകയിൽ സ്ഥാപിക്കപ്പെട്ട കോടതികൾ ബ്രിട്ടീഷുകാരുടെയും സെമീന്ദാർമാരുടെയും താല്പര്യങ്ങൾ മാത്രമേ സംരക്ഷിച്ചിരുന്നുള്ളൂ. കൂടാതെ അഴിമതിയും സ്വജനപക്ഷപാതവും കൊണ്ട് പൊറുതിമുട്ടിയ ജനങ്ങൾ അവസാന ഭരണകൂടത്തിലുള്ള കലാപത്തിൽ പങ്കുചേരുകയും ചെയ്തു. നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുക്കുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ സ്വീകരിച്ച ദത്തവകാശ നയവും സൈനിക സഹായ വ്യവസ്ഥയും വഴി അനേകം നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ടു. ഇങ്ങനെ അധികാരം നഷ്ടപ്പെട്ട ഭരണാധികാരികളും ഫ്യൂഡൽ പ്രഭുക്കന്മാരും കലാപത്തിനു എതിരെ പോരാടി. സാമൂഹികവും മതപരവുമായ ഘടകങ്ങൾ. ഇന്ത്യയിൽ പരമ്പരാഗതമായിരുന്ന വിശ്വാസങ്ങളെ ഇല്ലാതാക്കാനാണ് ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്നത് എന്ന് ധാരണ വളർന്നു വന്നു. ചില സാമൂഹിക പരിഷ്കരണ നിയമങ്ങൾ, സതി നിരോധനം, ശൈശവ വിവാഹ നിരോധനം ഈ സംശയങ്ങൾ വർദ്ധിപ്പിച്ചു. ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭരണപരിഷ്കാരങ്ങളെയും ഇന്ത്യക്കാർ സംശയത്തോടെ കണ്ടു. ഇനി അവധിലെ കലാപം. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി, എ ചെറി ദാറ്റ് വിൽ ഡ്രോപ്പ് ഇൻ ടു അവർ മൗത്ത്സ് വൺ ഡേ എന്ന് പറഞ്ഞത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹൌസി പ്രഭുവാണ്. 1851 അവതിനെക്കുറിച്ച് പറഞ്ഞതാണ്. ഇനി ഡൽഹൌസിയുടെ പിടിച്ചെടുക്കൽ നയത്തിന്റെ ഫലം അനുഭവിച്ച നാട്ടുരാജ്യമാണ് അവധ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് സൈന്യത്തിലെ നല്ലൊരു ശതമാനം സൈനികരുടെയും റിക്രൂട്ട് ചെയ്യപ്പെട്ടിരുന്നത് അവധിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നുമായിരുന്നു. അവധ് അറിയപ്പെട്ടിരുന്നത് ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്ന പേരിലാണ്. അപ്പോൾ ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അവധാണ്. ഇനി ദുർഭരണത്തിന്റെ പേര് പറഞ്ഞ് ബ്രിട്ടീഷുകാർ കൽക്കത്തയിലേക്ക് നാടുകടത്തിയ അവധിലെ നവാബ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് വാജിദ് അലി ഷാ. അപ്പോൾ എന്താണ്? ദുർഭരണത്തിന്റെ പേര് പറഞ്ഞ് ബ്രിട്ടീഷുകാർ കൽക്കത്തയിലേക്ക് നാടുകടത്തിയ അവധിലെ നവാബാണ് വാജിദ് അലി ഷാ. ഓക്കെ, വാജിദ് അലി ഷാ.
ബ്രിട്ടീഷുകാർ അവധ് പിടിച്ചെടുക്കുന്നതോടെ അവധിലെ ജനങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളാണ്. കൊട്ടാരവുമായി ബന്ധപ്പെട്ട അനേകം പേർക്ക് ജോലി നഷ്ടപ്പെട്ടു. കവികൾ, കലാകാരന്മാർ, ശില്പികൾ തുടങ്ങിയവർ തൊഴിൽ രഹിതരായി. കർഷകർ അമിതമായി നികുതി നൽകേണ്ടി വന്നു. അതേപോലെ തന്നെ താലൂക്ക്ദാർമാരുടെ അധികാരങ്ങളും പദവികളും നഷ്ടപ്പെട്ടു. തദ്ദേശീയമായ ഭരണവും പട്ടാളവും പിരിച്ചുവിടുന്നതിനാൽ അനേകം തൊഴിൽ നഷ്ടപ്പെട്ടു. അവധിലെ താലൂക്ക്ദാർമാരെ നീക്കം ചെയ്യാനായി ബ്രിട്ടീഷുകാർ 1856 നടപ്പിലാക്കിയ വ്യവസ്ഥയായിരുന്നു സമ്മറി വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. അപ്പോൾ സമ്മറി സെറ്റിൽമെന്റ്, അവധിലെ താലൂക്ക്ദാർമാരെ നീക്കം ചെയ്യാനായി ബ്രിട്ടീഷുകാർ 1856 നടപ്പിലാക്കിയ വ്യവസ്ഥ. ഓക്കെ, അപ്പോൾ അവധിലെ താലൂക്ക്ദാർമാരെ നീക്കം ചെയ്യാനായി ബ്രിട്ടീഷുകാർ 1856 നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് സമ്മറി വ്യവസ്ഥ. സൈനിക സഹായ വ്യവസ്ഥ അവധിനുമേൽ അടിച്ചേൽപ്പിച്ച വർഷം 1801. അവധ് രാജ്യം ഔപചാരികമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കപ്പെട്ടത് 1856. അടിച്ചമർത്തൽ. ഡൽഹി, കാൺപൂർ, ലക്നൗ എന്നിവിടങ്ങളിൽ നിന്ന് ബ്രിട്ടീഷ് ഭരണം തൽക്കാലത്തേക്ക് മാത്രമേ ഇല്ലായ്മ ചെയ്യുവാൻ കഴിഞ്ഞിരുന്നുള്ളൂ. കലാപാനന്തരം മുഗൾ ഭരണ സംവിധാനത്തിന്റെ തുടർച്ചയാണ് കലാപകാരികൾ ലക്ഷ്യം വെച്ചത്. ഇനി കലാപത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ച നടപടികൾ. ഉത്തരേന്ത്യയിൽ മുഴുവൻ പട്ടാള നിയമം പ്രഖ്യാപിച്ചു. കലാപ സാധ്യത ഇല്ലാതാക്കാൻ നിരവധി നിയമങ്ങൾ പാസാക്കി. അതേപോലെ തന്നെ ഇന്ത്യക്കാരെ വിചാരണ ചെയ്യാനും ശിക്ഷിക്കാനും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകി. ഇംഗ്ലണ്ടിൽ നിന്നും കൂടുതൽ സൈന്യത്തെ ഇന്ത്യയിലേക്ക് എത്തിച്ചു. ഇനി 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം അടിച്ചമർത്തപ്പെട്ടത് 1858 ജൂലൈ. 1857 വിപ്ലവത്തിന്റെ 150-ാം വാർഷികം ഇന്ത്യ ആഘോഷിച്ചത് 2007 ഇനി 1857 വിപ്ലവത്തിന്റെ സ്മാരകമായ മ്യൂട്ടണി മെമ്മോറിയൽ സ്ഥാപിച്ച വർഷം 1863. മ്യൂട്ടണി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്? ന്യൂഡൽഹിയാണ്. അപ്പോൾ മ്യൂട്ടണി മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ന്യൂഡൽഹിയിലാണ്. മ്യൂട്ടണി മെമ്മോറിയൽ അജിത് ഘട്ട് എന്ന് പുനർനാമനം ചെയ്യപ്പെട്ട വർഷം 1972. ഉത്തർപ്രദേശിലെ പ്രധാന കലാപ കേന്ദ്രങ്ങൾ നമുക്കറിയാം. ഏറ്റവും കൂടുതൽ 1857 വിപ്ലവം വ്യാപിക്കപ്പെട്ട സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശാണ്. ഉത്തർപ്രദേശിലെ ആണ് ഏറ്റവും കൂടുതൽ എന്തുണ്ടായിരുന്നത്? കലാപ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത്. ഒന്ന് മീററ്റ്, ലക്നൗ, ആഗ്ര, അലഹബാദ്, മധുര, അലിഗഡ് എന്നിവിടങ്ങളിലാണ് ഉത്തർപ്രദേശിലെ മറ്റ് കലാപ കേന്ദ്രങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. 1857 വിപ്ലവത്തിൽ കലാപകാരികൾ ഡൽഹി രാജാവായി അവരോധിച്ച വ്യക്തിയായിരുന്നു ബഹദൂർ ഷാ സഫർ എന്ന് പറയുന്നത്. അപ്പോൾ 1857 വിപ്ലവത്തിൽ കലാപകാരികൾ ഡൽഹി രാജാവായി അവരോധിച്ച വ്യക്തിയാണ് ബഹദൂർ ഷാ സഫർ. 1857 വിപ്ലവത്തിൽ കലാപകാരികൾ ലക്നൗ നവാബായി അവരോധിച്ച വ്യക്തിയാണ് ബിർജിസ് ഖാദർ. ബ്രിട്ടീഷുകാർ നാടുകടത്തപ്പെട്ട നവാബ് വാജിദ് അലി ഷായുടെ മകനാണ് ആരെന്ന് പറയുന്നത്? ബിർജിസ് ഖാദർ എന്ന് പറയുന്നത്. ബിർജിസ് ഖാദർ ഓർത്തു വച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി. ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കണ ഒരു ചോദ്യങ്ങളിൽ ബേസ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൾ പാണ്ഡെയാണ്. ഇന്ത്യയിലെ ആദ്യ വനിതാ രക്തസാക്ഷി ആരാന്ന് ചോദിച്ചാൽ അതാണ് പ്രീതി ലത വഡേദ്കർ ആണ്. അപ്പോൾ 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രക്തസാക്ഷി ആരാന്ന് ചോദിച്ചാൽ പ്രീതി ലത വഡേദ്കർ ആണ്. ഇനി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുദിറാം ബോസ്. അപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ് ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷിയാണ് അഷ്ഫഖ് ഉല്ലാ ഖാൻ ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ മുസ്ലിം രക്തസാക്ഷി. ഇനി മൂന്നാം നെപ്പോളിയൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നാനാ സാഹിബാണ്. മൂന്നാം നെപ്പോളിയൻ നാനാ സാഹിബ്. ഇന്ത്യൻ നെപ്പോളിയൻ സമുദ്രഗുപ്തനാണ്. പേർഷ്യൻ നെപ്പോളിയൻ നാദിർ ഷാ. ഒന്നുകൂടി പറയാം. മൂന്നാം നെപ്പോളിയൻ നാനാ സാഹിബ്, ഇന്ത്യൻ നെപ്പോളിയൻ സമുദ്രഗുപ്തൻ, പേർഷ്യൻ നെപ്പോളിയൻ നാദിർ ഷാ. കലാപം പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ എല്ലായിടത്തും കലാപം വ്യാപിച്ചിരുന്നില്ല. പ്രാദേശികമായ ചില സ്ഥലങ്ങളിൽ മാത്രമേ കലാപം ശക്തമായുള്ളൂ. ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും കലാപത്തിൽ സഹകരിച്ചില്ല. ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങൾ, പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവർ, വൻകിട കച്ചവടക്കാർ എന്നിവർ ബ്രിട്ടീഷുകാരെ പിന്തുണച്ചു. കലാപകാരികൾ ആധുനിക ആയുധങ്ങളോ സൈനിക പരിശീലനങ്ങളോ ലഭിച്ചവരായിരുന്നില്ല ശരിക്കും പറഞ്ഞ കലാപകാരികൾ. അതേപോലെ തന്നെ എന്താണ്, കലാപത്തിന് കൃത്യമായ ഒരു ആസൂത്രണവും ഉണ്ടായിരുന്നില്ല. കഴിവിന് നേതൃത്വത്തിൽ അഭാവം കലാപത്തിന്റെ
ജയത്തിന് കാരണമായി. കഴിവുള്ള നേതൃത്വത്തിന്റെ അഭാവം കലാപത്തിന്റെ പരാജയത്തിന് കാരണമായി. അപ്പൊ ഇതൊക്കെയാണ് 1857 വിപ്ലവത്തിന്റെ പരാജയപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത്. ഒന്ന്, ഇന്ത്യയിൽ എല്ലായിടത്തും കലാപം വ്യാപിച്ചിരുന്നില്ല. പ്രാദേശികമായ ചില സ്ഥലങ്ങളിൽ മാത്രമേ കലാപം ശക്തമായുള്ളൂ. ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും കലാപത്തിൽ സഹകരിച്ചില്ല. ഭൂരിഭാഗം നാട്ടുരാജ്യങ്ങൾ, പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിയവർ, വൻകിട കച്ചവടക്കാർ എന്നിവർ ബ്രിട്ടീഷുകാരെ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത്. അതും വലിയൊരു പ്രശ്നം തന്നെയാണ്. കലാപകാരികൾ ആധുനിക ആയുധങ്ങളോ സൈനിക പരിശീലനങ്ങളോ ലഭിച്ചിരുന്നവരായിരുന്നില്ല. അതേപോലെ തന്നെ കലാപത്തിന് കൃത്യമായ ഒരു ആസൂത്രണം ഉണ്ടായിരുന്നില്ല. കഴിവുള്ള നേതൃത്വത്തിന്റെ അഭാവം കലാപത്തിന് പരാജയത്തിന് കാരണമായി. ഇനി വിപ്ലവത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ചു. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ പോയിന്റുകളിൽ ഒന്നാണ് ഇന്ത്യയിൽ മുഗൾ സാമ്രാജ്യത്തിന് മുഗൾ സാമ്രാജ്യത്തിന്റെ അന്ത്യത്തിന് അടിത്തറയിട്ട യുദ്ധമാണ് എന്തെന്ന് പറയുന്നത് 1857 വിപ്ലവം എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മുഗൾ ഭരണത്തിന് അന്ത്യം കുറിച്ചു. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യ നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കുകയും ഇന്ത്യ നേരിട്ട് ബ്രിട്ടീഷ് ഭരണത്തിൽ കീഴിലാവുകയും ചെയ്തു. കലാപശേഷം സാമൂഹ്യ പരിഷ്കരണങ്ങളോട് മുഖം തിരിച്ചു. ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ഭിന്നിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇന്ത്യൻ ദേശീയതയുടെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും വളർച്ചയ്ക്ക് സഹായകമായി. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തോടെ ഇന്ത്യ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറി. ഇനി വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. വിപ്ലവത്തിന്റെ പ്രധാന ഫലം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിച്ചു. ഇന്ത്യൻ ജനതയുടെ വിമോചനത്തിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് 1858 രാജ്ഞിയുടെ വിളംബരമാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. 1858 വിളംബരത്തിന്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞിയാണ് വിക്ടോറിയ രാജ്ഞി. അപ്പോൾ 1858 വിപ്ലവത്തിന്റെ ഫലമായി ഇന്ത്യയുടെ ഭരണാധികാരിയായ ബ്രിട്ടീഷ് രാജ്ഞി ആരാ ചോദിച്ചാൽ ആരാ? വിക്ടോറിയ രാജ്ഞി. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് ആരെന്ന് പറയുന്നത്? പാൽമേഴ്സ്റ്റൺ പ്രഭു. വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിന്തുടർന്ന നയം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഭിന്നിപ്പിച്ചു ഭരിക്കുക. അപ്പോൾ വിപ്ലവത്തിന് ശേഷം ബ്രിട്ടീഷുകാർ പിന്തുടർന്ന നയമാണ് ഭിന്നിപ്പിച്ചു ഭരിക്കുക. ഇന്ത്യയുടെ ഭരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുക്കാൻ കാരണമായ നിയമമാണ് 1858 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം എന്ന് പറയുന്നത്. 1857 വിപ്ലവത്തിന്റെ പ്രവാചകനാണ് അസിമുള്ള ഖാൻ. 1857 വിപ്ലവത്തിന്റെ അംബാസിഡറും അസിമുള്ള ഖാനാണ്. 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കൻവർ സിംഗ്. അപ്പോൾ 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ അസിമുള്ള ഖാൻ, 1857 വിപ്ലവത്തിന്റെ അംബാസിഡർ അസിമുള്ള ഖാൻ, 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ഒത്തിരി തവണ ചോദിച്ച പോയിന്റ് ആണോ ഈ 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ ആരാ? കൻവർ സിംഗ്. ഓക്കെ ആണല്ലോ. ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 എന്താണെന്നുള്ളത്. 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ഇന്ത്യയുടെ ഭരണം മുഴുവനായും ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലായി മാറുകയാണ്. ഇന്ത്യൻ ജനതയെ ഭരിക്കാനായി ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദവിയാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഇനി ഭരണത്തിന്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമമാണ് ദത്തവകാശ നിരോധന നിയമം. അപ്പോൾ ഭരണമാറ്റത്തിന്റെ ഫലമായി പിൻവലിക്കപ്പെട്ട ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയമമാണ് ദത്തവകാശ നിരോധന നിയമം. ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ആക്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. അപ്പോൾ ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പ്രഖ്യാപിക്കപ്പെടുന്ന ആക്ടാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858. ഇന്ത്യയിലെ ജനങ്ങളുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ആണ്. ഇനി നമുക്കറിയാം 1858 നവംബർ 1 അലഹബാദിൽ ചേർന്ന ദർബാറിൽ വെച്ച് ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരം വായിച്ച വ്യക്തിയാണ് കാനിങ് പ്രഭു. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥർ എന്നു മുതലാണ് വൈസ്രോയി ആയി മാറിപ്പെട്ടത് എന്ന് തുടർന്ന് കഴിഞ്ഞ 1858 ഓഗസ്റ്റ് 2. അപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥൻ എന്നു മുതലാണ് വൈസ്രോയി ആയി അറിയപ്പെടാൻ തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1858 ഓഗസ്റ്റ് 2. 1858 ബ്രിട്ടീഷ് രാജ്ഞിയുടെ വിളംബരത്തിനെതിരെ എതിർ വിളംബരം പുറപ്പെടുവിച്ച വിപ്ലവകാരിയാണ് ബീഗം ഹസ്രത്ത് മഹൽ എന്നറിയപ്പെടുന്നത്. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ജനറൽ
മാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡൽഹി നിക്കോൾസൺ, അതേപോലെ തന്നെ ഹഡ്സൺ. കാൺപൂര് കാമ്പലും ഹാവ്ലോക്കുമാണ്. ഝാൻസിയിൽ ഹ്യൂഗ് റോസ്, ഗ്വാളിയർ ഹ്യൂഗ് റോസ്, ആര വില്യം ടൈലർ, അതേപോലെ തന്നെ വിൻസെന്റ് അയർ, ലക്നൗ ക്യാമ്പൽ, ബറേലി ക്യാമ്പൽ. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്നത് ആരാണെന്ന് ചോദിച്ചാൽ PSC ചോദിച്ചേക്കണെയാണ്. അന്ന് റാങ്ക് മേക്കിംഗ് ചോദ്യമായിരുന്നു. ഡൽഹിയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ ജോൺ നിക്കോൾസൺ ആണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി മാൽസ പ്രവാസ് എന്ന മറാത്ത ഗ്രന്ഥം രചിച്ച ആരാന്ന് ചോദിച്ചാൽ വിഷ്ണു ഭട്ട് ഗോഡ്സെ ആണ്. വിഷ്ണു ഭട്ട് ഗോഡ്സെ. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ആസ്പദമാക്കി അമൃതം തേടി എന്ന കൃതി രചിച്ചത് ചോദിച്ചേക്കണ കേട്ടോ. LD തസ്തികകളിൽ ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. മലയാറ്റൂർ രാമകൃഷ്ണന്റെ ആണ് എന്ത് അമൃതം തേടി എന്ന് പറയുന്നത്. ഇനി 1857 വിപ്ലവത്തിന്റെ നേതാക്കൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. 1857 വിപ്ലവത്തിന്റെ നേതാക്കൾ ആരൊക്കെയാന്നുള്ളത്. അത് കേന്ദ്രവും നേതാക്കളും സെപ്പറേറ്റ് നമ്മൾ പഠിക്കണം, ഉറപ്പാണ്. ഒരു ചോദ്യം ഇതിൻ്റെ അകത്ത്. കാൺപൂർ നാനാ സാഹിബ്, ഡൽഹി ഭക്ത് ഖാൻ ബഹദൂർ ഷാ സെക്കൻഡ്, ഝാൻസി റാണി ലക്ഷ്മിബായി, ബൈസാബാദ് മൗലവി അഹമ്മദുള്ള, മീററ്റ് കദം സിംഗ്, അലഹബാദ് ലിയാഖത്ത് അലി, മധുര ദേവി സിംഗ്, ഗ്വാളിയർ റാണി ലക്ഷ്മി താന്തിയ തോപ്പി, കോട്ട ജയ്ദാൽ, ഹരിയാന റാവു തുലറാം, അസം മണിറാം ദത്ത, ബറൌട്ട് പർഗാന ഷാ അമൽ, ലക്നൗ ആഗ്ര ഔദ് അയോധ്യ ബീഗം ഹസ്രത് മഹൽ. ഇനി ബീഹാർ ജഗദീഷ്പൂർ ആര കൺവർ സിംഗ്. അപ്പോൾ ഇത് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഒരു മാർക്ക് ഈ ഒരു ഭാഗത്തു നിന്നും ചോദിക്കാറുണ്ട്. 1857 വിപ്ലവവും അതിൻ്റെ നേതാക്കളും കേന്ദ്രവും നേതാക്കളും ഒന്ന് പഠിച്ചു വെച്ചോ. ഒരു മാർക്ക് നമുക്ക് അതിൻ്റെ അന്ന് കിട്ടുന്നതാണ്. ബറേലി റോഹിൽഗഡ് ഖാൻ ബഹദൂർ ഖാൻ, മാണ്ടസോർ ഫിറോഷ. കലാപത്തിന് ശേഷം 1859 ജോസഫ് നോയർ പാറ്റൺ വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. അപ്പോൾ കലാപത്തിന് ശേഷം 1859 ജോസഫ് നോയൽ പാറ്റൺ വരച്ച ചിത്രമാണ് ഇൻ മെമ്മോറിയം. മരണം പ്രതീക്ഷിച്ചുകൊണ്ട് അപമാനവും അക്രമവും സഹിച്ചു നിൽക്കുന്ന നിസ്സഹരായ ബ്രിട്ടീഷ് വനിതകളുടെയും കുട്ടികളെയുമാണ് ഈ ചിത്രം പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന ചിത്രത്തിൽ? മരണം പ്രതീക്ഷിച്ചുകൊണ്ട് അപമാനവും അക്രമവും സഹിച്ച നിൽക്കുന്ന നിസ്സഹായരായ ബ്രിട്ടീഷ് വനിതകളുടെയും കുട്ടികളുടെയും ചിത്രം പ്രതിനിധീകരിക്കുന്നതാണ് എന്ത്? ഇൻ മെമ്മോറിയം. വെല്ലൂർ കലാപം. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്നറിയപ്പെടുന്നതാണ് വെല്ലൂർ മൂട്ടണി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്നറിയപ്പെടുന്നത് എന്താ? വെല്ലൂർ മൂട്ടണി. വെല്ലൂർ മൂട്ടണിയെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വച്ചോ, ഒരു മാർക്കാണ്. വെല്ലൂർ മൂട്ടണിയെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചത് VD സവർക്കർ. ഇന്ത്യയിലെ പട്ടാളക്കാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരായി നടത്തിയ കലാപമാണ് വെല്ലൂർ കലാപം. അപ്പോൾ ഇന്ത്യയിലെ പട്ടാളക്കാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് എതിരായി നടത്തിയ കലാപമാണ് വെല്ലൂർ കലാപം എന്നറിയപ്പെടുന്നത്. വെല്ലൂർ കലാപം ആരംഭിച്ചത് 1806 ജൂലൈ 10 വെല്ലൂർ കലാപം. കലാപകേന്ദ്രം തമിഴ്നാട്ടിലെ വെല്ലൂരാണ്. കലാപ കാരണം 1805 പട്ടാളക്കാർക്ക് ഏർപ്പെടുത്തിയ വസ്ത്രധാരണ രീതിയാണ് വെല്ലൂർ കലാപത്തിന്റെ കാരണം എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരുന്നു വെല്ലൂർ കലാപത്തിന്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1805 പട്ടാളക്കാർക്ക് ഏർപ്പെടുത്തിയ വസ്ത്രധാരണ രീതി. പട്ടാളക്കാർക്ക് പുതിയ വസ്ത്രധാരണ രീതി ഏർപ്പെടുത്തിയ മദ്രാസിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് സർ ജോൺ ക്രാറ്റോക്ക്. ഓക്കെ, അപ്പോൾ പട്ടാളക്കാർക്ക് പുതിയ വസ്ത്രധാരണ രീതി ഏർപ്പെടുത്തിയ മദ്രാസിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് സർ ജോൺ ക്രാറ്റോക്ക്. ഇനി ലക്നൌവിന്റെ ആശ്വാസം. ബ്രിട്ടീഷ് സൈനിക ജനറൽമാരെ നായകന്മാരാക്കി 1859 തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രമാണ് റിലീഫ് ഓഫ് ലക്നൗ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ബ്രിട്ടീഷ് സൈനിക ജനറൽമാരെ നായകന്മാരാക്കി 1859 തോമസ് ജോൺസ് ബാർക്കർ വരച്ച ചിത്രത്തിന്റെ പേരാണ് റിലീഫ് ഓഫ് ലക്നൗ. ബാർക്കറുടെ ഈ ചിത്രത്തിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് സേനയുടെ കമാൻഡർ ആയിരുന്ന കോളിൻ ക്യാമ്പലിന്റെ രംഗപ്രവേശനത്തിന്റെ നിമിഷത്തെയാണ് ആഘോഷിക്കുന്നത്. ഈ ചിത്രത്തിൽ ഉൾപ്പെട്ട മറ്റ് ബ്രിട്ടീഷ് സൈനികരാണ് ജെയിംസ് ഔട്ട്റാമും അതേപോലെ തന്നെ ഹെൻറി ഹാവ്ലോക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ചിത്രത്തിൽ ഉൾപ്പെട്ട മറ്റ് ബ്രിട്ടീഷ് സൈനികരാണ് ജെയിംസ് ഔട്ട്റാമും ഹെൻറി ഹാവ്ലോക്കും. ഒന്നാം സ്വാതന്ത്ര്യ സമരവും ചലച്ചിത്രവും. അതായത് 1857 വിപ്ലവത്തിന്റെ പശ്ചാത്തലമാക്കി ഇന്ത്യയിൽ നിന്നും പുറത്തിറങ്ങിയ ആദ്യ ചലച്ചിത്രമാണ് ശത്രുഞ്ജ് കെ ഖിലാഡി. 1977 ശത്രുഞ്ജ് കെ ഖിലാഡി എന്ന് പറയുന്ന ചിത്രം പുറത്തിറക്കിയത്. മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന സിനിമയുടെ സംവിധായകനാണ് കേതൻ മേത്ത. അപ്പോൾ മംഗൾ പാണ്ഡെ
ദി റൈസിംഗ് എന്ന സിനിമയുടെ സംവിധായകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേതൻ മേത്ത. മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന സിനിമയിൽ മംഗൾ പാണ്ഡെയായി അഭിനയിച്ച വ്യക്തി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അമീർ ഖാൻ ആണ്. അപ്പോൾ മംഗൾ പാണ്ഡെ ദ റൈസിംഗ് എന്ന സിനിമയിൽ മംഗൾ പാണ്ഡെയായി അഭിനയിച്ച വ്യക്തിയാണ് അമീർ ഖാൻ. ഝാൻസി റാണിയുടെ ജീവിതകഥ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമയാണ് മണികർണിക ദ ക്യൂൻ ഓഫ് ഝാൻസി എന്ന് പറയുന്നത്. സംവിധാനം രാധാകൃഷ്ണ ജഗർലമുഡി. കങ്കണ റണൌത്താണ് അതിൻ്റെ അകത്ത് ഝാൻസി റാണിയായിട്ട് വേഷമിട്ടത്. മണികർണിക എന്ന ചിത്രത്തിൽ കങ്കണ റണൌത്ത് മണികർണികയായി വേഷമിട്ടു. ഇനി പുസ്തകങ്ങളും രചയിതാവും. അപ്പോൾ അതിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ശിപായി ലഹളയുടെ കാരണങ്ങളും അനന്തഫലങ്ങളും എന്ന് പറയുന്ന ബുക്ക് രചിച്ചത് എച്ച് മീഡാണ്. അതേപോലെ 1857 ദ ഗ്രേറ്റ് റെബല്യൻ എന്ന ബുക്ക് അശോക് മേത്തയാണ്. 1857 ഇന്ത്യ മ്യൂട്ടണി ഓർ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന A.T. എംബ്രിയാണ് ഈ ബുക്ക് എഴുതിയത്. ശിപായി മ്യൂട്ടണി ആൻഡ് റിവോൾട്ട് ഓഫ് 1857 R.C. മജുംദാർ ആണ്. ദ പെസന്റ് ആൻഡ് ദി രാജ് ഐറിക് തോമസ് സ്റ്റോക്സ് ആണ്. 1857 ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് VD സവർക്കർ ആണ്. ഹിസ്റ്ററി ഓഫ് ശിപായി വാർ ഇൻ ഇന്ത്യ 1857-1858 ജോൺ കെ. എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മ്യൂട്ടണി TR ഹോംസ് ആണ്. എ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ മ്യൂട്ടണി TR ഹോംസ്. ശിപായി മ്യൂട്ടണി 1857 ആണ്. HB ചതോപാധ്യായ ആണ്. ശിപായി മ്യൂട്ടണി 1857. ഇനി റബല്യൻ 1857 PC ജോഷിയാണ്. ക്യൂൻ ഓഫ് ഝാൻസി മഹാശ്വേത ദേവിയാണ് ആ ബുക്ക് എഴുതിയത്. 1857 SN സെൻ ആണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരങ്ങളുടെ ചരിത്രം താരാചന്ദ്. അപ്പോൾ ഇത് എപ്പോഴും 1857 വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ നാനാ സാഹിബിന്റെ ജീവിതത്തെ ആസ്പദമാക്കി മനോഹർ മൽഗോൺകർ രചിച്ച പുസ്തകമാണ് എന്ത് ദ ഡെവിൾസ് വിൻഡ് ചെകുത്താന്റെ കാറ്റ്. ഇത് ചോദിച്ചങ്ങനെ ചോദ്യമാണ് കേട്ടോ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1857 വിപ്ലവത്തിന്റെ പശ്ചാത്തലത്തിൽ നാനാ സാഹിബിന്റെ ജീവിതത്തെ ആസ്പദമാക്കി മനോഹർ മൽഗോൺകർ രചിച്ച പുസ്തകമാണ് ചെകുത്താന്റെ കാറ്റ് ദ ഡെവിൾസ് വിൻഡ്. ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചോ. ഇന്ത്യൻ വിപ്ലവകാരികളുടെ റഫറൻസ് ഗ്രന്ഥം എന്നറിയപ്പെടുന്നത് കൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്ത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അത് VD സവർക്കർ ആണ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന കൃതി എഴുതിയത്. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഇത്, ഇമ്പോർട്ടൻ്റ് ആണ്, എഴുതി വെച്ചോ, 1 മാർക്ക് നമുക്ക് കിട്ടും. ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് VD സവർക്കർ. ഇനി 1857 വിപ്ലവത്തിന്റെ വിശേഷണങ്ങളോടുകൂടി നമ്മുടെ ഈ ഒരു ടോപ്പിക് ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പോൾ നേരെ നമുക്ക് 1857 വിപ്ലവത്തിന്റെ വിശേഷണങ്ങളിലേക്ക് പോകാം. VD സവർക്കർ പറഞ്ഞു ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. VD സവർക്കർ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം. ജോൺ ലോറൻസ് സീരി പറഞ്ഞു ശിപായി ലഹള എന്ന്. R.C. മജുംദാർ പറഞ്ഞു ആദ്യത്തേതുമല്ല ദേശീയതലത്തിലേതുമല്ല സ്വാതന്ത്ര്യ സമരവുമല്ല എന്ന് പറഞ്ഞത് R.C. മജുംദാർ ആണ്. ആദ്യത്തേതുമല്ല ദേശീയതലത്തിലേതുമല്ല സ്വാതന്ത്ര്യ സമരവുമല്ല. SB ചൗധരി പറഞ്ഞു ആഭ്യന്തര കലാപം. വില്യം ഡാൽറിംബിൾ പറഞ്ഞു ഉയർത്തെഴുന്നേൽപ്പ്. താരാചന്ദ് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം എന്ന് പറഞ്ഞത് താരാചന്ദാണ്, രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരം. TR ഹോംസ് പരിഷ്കൃതവും അപരിഷ്കൃതവും തമ്മിലുള്ള സംഘർഷം. അപ്പോൾ പരിഷ്കൃതവും അപരിഷ്കൃതവും തമ്മിലുള്ള സംഘർഷം എന്ന് പറഞ്ഞത് TR ഹോംസ് ആണ്. MN റോയ് ആണ് പറഞ്ഞത് ഫ്യൂഡൽ റിവോൾട്ട്. പീപ്പിൾസ് പ്ലാൻ എന്ന കൃതിയിലാണ് MN റോയ് ഫ്യൂഡൽ റിവോൾട്ട് എന്ന് 1857 റിവോൾട്ടിനെ വിശേഷിപ്പിച്ചത്. പേഴ്സ്വൽ സ്പിയർ പറഞ്ഞു കൈമോശം വന്ന മഹത്വത്തെ വീണ്ടെടുക്കാനുള്ള അവസാന ശ്രമം. റാങ്ക് മേക്കിംഗ് ആയിരുന്നു, ചോദിച്ചതാണ്, എഴുതി വെച്ചോ അല്ലെങ്കിൽ മാർക്ക് ചെയ്തിട്ടോ. പേഴ്സ്വൽ സ്പിയർ പറഞ്ഞു കൈമോശം വന്ന മഹത്വത്തെ വീണ്ടെടുക്കാനുള്ള അവസാന ശ്രമം. ഇനി SS സെൻ പറഞ്ഞു കാലത്തെ തിരിച്ചു വയ്ക്കാനുള്ള യാഥാസ്ഥിക ഘട്ടങ്ങളുടെ ശ്രമമെന്ന്. ജവഹർലാൽ നെഹ്റു ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി, കാലം എത്താതെയുള്ള വിപ്ലവത്തിന്റെ പൊട്ടിപ്പുറപ്പെടൽ കലാപ നേതാക്കളെ അമ്പരിപ്പിച്ചു. അത് ജവഹർലാൽ നെഹ്റു ആണ് പറഞ്ഞത്. ഫ്യൂഡൽ ഇന്ത്യയുടെ അവസാനത്തെ ചിറകടി, കാലമെത്താതെയുള്ള വിപ്ലവത്തിന്റെ പൊട്ടിപ്പുറപ്പെടൽ കലാപ നേതാക്കളെ അമ്പരിപ്പിച്ചു. ബ്രിട്ടീഷുകാർ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ 1857 വിപ്ലവത്തെ ചെകുത്താന്റെ കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ബ്രിട്ടീഷുകാരാണ്. ചെകുത്താന്റെ കാറ്റ്. 1857 ന്യൂയോർക്ക് ട്രിബ്യൂണൽ എന്ന പ്രസിദ്ധീകരണത്തിൽ കാറൽ മാക്സ് ആണ് 1857 വിപ്ലവത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയി കരുതാമെന്ന് ആദ്യമായി പറഞ്ഞത്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഫ്രഞ്ച് വിപ്ലവവുമായി താരതമ്യം ചെയ്ത വ്യക്തിയാണ് കാറൽ മാക്സ്. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ ഫ്രഞ്ച് വിപ്ലവവുമായി താരതമ്യം ചെയ്തു. 1857 വിപ്ലവം ദേശീയ കലാപമെന്ന് പാർലമെന്റിൽ അഭിപ്രായപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് പാർലമെന്റിൽ അഭിപ്രായപ്പെട്ടത്. 1857 വിപ്ലവം ദേശീയ കലാപമെന്ന് ബ്രിട്ടീഷ് പാർലമെന്റിൽ അഭിപ്രായപ്പെട്ടത്
ബെഞ്ചമിൻ ഡിസ്രേലിയാണ്. ആരാണ്? ബെഞ്ചമിൻ ഡിസ്രേലി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക? കിടിലമായിട്ട് തന്നെ പഠിച്ച് മുന്നോട്ടേക്ക് പോവുക. ഈ പഠിച്ച കാര്യങ്ങളൊക്കെ മക്കളെ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക? റിവിഷൻസ് പോവുക. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഓർമ്മയിൽ അത് നിൽക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പഠിച്ചു പോയിട്ട് നമുക്ക് കറക്റ്റായിട്ടുള്ള ലെവലിൽ എക്സാമുകളും കറക്റ്റായിട്ട് എഴുതി പോവുക. ഇങ്ങനെ കറക്റ്റായിട്ടാണ് നിങ്ങൾ പഠിച്ചു പോകുന്നതെങ്കിൽ ഉറപ്പായിട്ട് നല്ല റാങ്കിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അത് എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക? ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സൈനിങ് ഓഫ് അരുൺ കൊമ്പനാടൻ. താങ്ക് യു.